ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നത്തിങ് ഫോൺ 3 ഒരു മാസത്തിൽ കൂടുതലായിട്ട് എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യമേ പറയാം, ഈ ഫോൺ എനിക്ക് അയച്ചു തന്നത് നത്തിങ് ഇന്ത്യയാണ്, അവരുടെ കമ്മ്യൂണിറ്റി റിവ്യൂ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ഒപ്പീനിയൻ എൻ്റെ തന്നെയാണ്, നത്തിങ്ങിന് ഒരു ഇൻഫ്ലുവൻസും അതിലില്ല. പിന്നെ ഈ ഫോണിന്റെ പ്രൈസിങ്ങിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രൈസ് കൂടുതലാണ്, 80,000 ആണ് സ്റ്റാർട്ടിങ്. പ്രൈസിങ്ങിന്റെ കാര്യം ഞാൻ എന്തായാലും വിശദമായിട്ട് ലാസ്റ്റ് പറയാം. ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡിസൈൻ, ഇപ്പോൾ ഇതിന്റെ ഒരു ക്യാമറയിൽ ആ ഒരു സിമെട്രി വ്യത്യാസമുള്ളത് ഒരു അനോയൻസ് ആയിട്ട് എനിക്ക് ആദ്യം തോന്നി. പക്ഷെ കുറച്ച് ദിവസം യൂസ് ചെയ്ത് വന്നപ്പോൾ ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി കേട്ടോ. അങ്ങനെ വലിയ സീനായിട്ടൊന്നും തോന്നിയില്ല. നമുക്ക് ടിപ്പിക്കൽ നത്തിങ്ങിന്റെ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് ബാക്കും പിന്നെ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെയിറ്റ് ഇച്ചിരി ഹയർ സൈഡാണ് കേട്ടോ, എന്ന് വെച്ചാൽ 219 ഗ്രാം നമുക്ക് വെയിറ്റ് വരുന്നുണ്ട്. ഈ ഇൻഡിവിജ്വൽ ക്യാമറ റിങ്സും അതൊക്കെ വരണോണ്ട് അങ്ങനെ വെയിറ്റ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ആകത്തില്ല. നല്ല രീതിക്ക് തന്നെ വെയിറ്റ് ബാലൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മനസ്സിലാവും. പിന്നെ ഡിസൈനിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ IP68 വാട്ടർ പ്രൂഫ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ബട്ടൺ ഉണ്ട്, നമ്മളെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന എസെൻഷ്യൽ സ്പേസ് ബട്ടൺ. പിന്നെ Type-C 2.0 വരുന്നത്, അത് 3.2 ഈ പ്രൈസിൽ നമുക്ക് കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ ഗ്ലിഫ് ലൈറ്റ്സ് മാറ്റി ഗ്ലിഫ് മെട്രിക്സ് എന്നൊരു സംഭവം വന്നിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ബട്ടണും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്താൽ നമുക്ക് ഗ്ലിഫ് ടോയ്സ് എന്നൊരു ഓപ്ഷൻ സെറ്റിംഗ്സും ഉണ്ട്, ഓരോരോ ചോയ്സ് ആയിട്ട് വരും. പിന്നെ അതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കോൾസ് വരുമ്പോൾ അതിൽ ലൈറ്റ് വരും, പിന്നെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ വരും. നമുക്ക് ഓരോ ടാസ്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വോളിയം കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ലൊരു ഫൺ ഫീച്ചറാണ്. അത് നിങ്ങൾ ഫോൺ തിരിച്ചു വെച്ചൊക്കെ അങ്ങനെ യൂസ് ചെയ്ത് വരുവാണെങ്കിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഫീച്ചറാട്ടോ. അല്ലാണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫൺ ഫീച്ചറായിട്ട് തന്നെ അതങ്ങ് നിൽക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കളർ ട്യൂണിങ്ങും കാര്യങ്ങളും ഒക്കെ നൈസ് തന്നെയാണ്. നമ്മളൊരു ഫ്ലാഗ്ഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഇവിടെ വരുന്നുണ്ട്. 6.67 ഇഞ്ചിന് 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. LTP അല്ല കേട്ടോ, എന്ന് വെച്ചാൽ 1 ഹെർട്സിലോട്ട് പോകുന്ന ആ ഒരു സെറ്റപ്പ് ഇല്ല. അത് ഈ പ്രൈസിൽ കൊടുക്കേണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് ഓക്കെയാണ് കേട്ടോ. നമുക്ക് HBM മോഡിൽ ബ്രൈറ്റ്നസ് വരുന്ന 1600 നിറ്റ്സ് ആണ്. അപ്പോൾ ഔട്ട്ഡോറൊക്കെ കൊണ്ടുപോകുമ്പോൾ വെയിലത്തൊക്കെ ബ്രൈറ്റ് ആണ്. പക്ഷേ ഇതിന്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് ഇല്ല, എന്ന് വെച്ചാൽ നമ്മൾ ബ്രൈറ്റ്നസ് സ്ലൈഡർ കൂട്ടിയും കുറച്ചും വരുന്ന ആ സംഭവം അത് കുറവായിട്ട് തോന്നി. എന്ന് വെച്ചാൽ കുറവല്ല, ഒരു സീൻ എന്ന് വെച്ചാൽ നമ്മൾ അറൌണ്ട് 50% വെച്ചാൽ നമുക്ക് ഇപ്പം അത്യാവശ്യം ലൈറ്റുള്ള ഇൻഡോറിൽ വരെ ഇത് നല്ല രീതിക്ക് കാണാൻ പറ്റത്തുള്ളൂ, മനസ്സിലായി. ബാക്കി നമ്മളെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലൊക്കെ 25-30 ഒക്കെ വെച്ചാൽ തന്നെ നല്ല രീതിക്ക് കാണാൻ പറ്റും. പക്ഷേ 50ക്ക് ശേഷം നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ, അങ്ങനെ വേറെ സീനില്ല. പക്ഷെ അത് എന്തോ ഒരു ട്യൂണിങ്ങിന്റെ സീനാണെന്ന് തോന്നുന്നു. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ HDR സർട്ടിഫിക്കേഷൻ വരുന്നില്ല കേട്ടോ, ആ ഒരു സംഭവം ഉണ്ട്. അത് നത്തിങ്ങിൽ എല്ലാ ഫോണിലും എങ്ങനെയാണ്, കാരണം അവർ നെറ്റ്ഫ്ലിക്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിന്റെ സ്പീക്കേഴ്സ് അടിപൊളിയാണ്, ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ആണ്, ഒന്നും അറിയേണ്ട കാര്യമില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലപോലെ വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. പിന്നെ ഇതിന്റെ ഹാപ്റ്റിക്സ്, നമ്മൾ ടൈപ്പ് ചെയ്യാൻ കിട്ടുന്ന വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഇല്ല, അത് നൈസാണ്. പക്ഷെ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ സോഫ്റ്റ്വെയറിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ തോന്നി. അത്ര ഭയങ്കരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിട്ടില്ല, ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ 120 ഹെർട്സ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞല്ലോ, അതിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയി റിഫ്രഷ് റേറ്റിൽ ഹൈ ആക്കി വയ്ക്കും. ഇതിന്റെ ഡിഫോൾട്ട് ഡൈനാമിക് എന്നൊരു ഓപ്ഷനാണ് വരുന്നത്. അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ പല ആപ്സ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ 90 ഹെർട്സിലൊക്കെ വർക്ക് ആവും. പിന്നെ നിങ്ങൾക്ക് സ്മൂത്ത് പ്രോപ്പർ 120 ഹെർട്സ് കിട്ടണമെങ്കിൽ ആ സെറ്റിംഗ്സ് മാറ്റി ഹൈ തന്നെ ആക്കി വെക്കുക. ഓക്കെ, പിന്നെ പെർഫോമൻസ് സെക്ഷൻ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8s Gen 4 ആണ് വരുന്നത്. UFS 4 സ്റ്റോറേജും LPDDR5X റാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അറൌണ്ട് 19 lakh ആണ് AnTuTu സ്കോർ. അപ്പോൾ ഈ ഒരു പ്രൈസിന് എന്തായാലും ബെസ്റ്റ് പെർഫോമൻസ് അല്ല. നമുക്ക് 50,000 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഫോൺസിൽ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റാണ് വരുന്നത്. ഒന്നിൽ സ്നാപ്ഡ്രാഗൺ 8 Lite വരും, അല്ലെങ്കിൽ Dimensity 9400 വരും. ഇവിടെ 8s Gen 4 ആണ്. അത് നമുക്കൊരു 30 റേഞ്ചിലെ ഫോൺസിലൊക്കെ കിട്ടുന്നതാണ്, മനസ്സിലാവും. മോശമല്ല, പക്ഷെ നമുക്ക് ഈ ഒരു പ്രൈസിന്റെ സ്റ്റാൻഡേർഡ് ഇല്ല, അതുമായിട്ട് ഇത് ഒത്തു വരുന്നില്ല എന്നുള്ളൊരു കാര്യമുള്ളൂ. പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ സാധാ യൂസിൽ തന്നെ ഞാൻ ഇതിനു മുമ്പേ മിഡ് റേഞ്ച് നത്തിങ് ഫോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും ഒരു ലെവൽ മുകളിലുള്ള സ്മൂത്ത്നെസ്, കൺസിസ്റ്റന്റ് സ്മൂത്ത്നെസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇത്രയും നല്ല ഹാർഡ്വെയർ വരുന്നുണ്ട് സോഫ്റ്റ്വെയറിലൊക്കെ, മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗെയിമിംഗ് ഒക്കെ നല്ല രീതിക്ക് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ BGMA ട്രൈ ചെയ്തു, 120 FPS ഓപ്ഷൻ ഉണ്ട്, നല്ല രീതിക്ക് തന്നെ FPS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉദറിങ് വേവ്സ്, ഇത്തിരി ഹെവി ഗെയിം, അത് 60 FPS ആണ് വരുന്നത്. അതിൻ്റെ FPS കൊള്ളാം. അപ്പോഴും FPS ഒക്കെ നല്ലപോലെ വരുന്നുണ്ട്, പക്ഷേ ഹീറ്റിംഗ് കൂടുതലാണ് കേട്ടോ ഈ ഫോണിൽ. ഗെയിം കളിക്കുമ്പോൾ ഹീറ്റിംഗ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഉദറിങ് വേവ്സ് ഞാൻ കളിച്ചപ്പോൾ FPS അറൌണ്ട് 55 അല്ലെങ്കിൽ അതിന് മുകളിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ
45 ഡിഗ്രിയാണ് നമുക്ക് ടെമ്പറേച്ചർ വന്നത്. അപ്പോഴത് ഇച്ചിരി ഹയർ സൈഡാണ്. അത് ഇൻഡോർ വൈഫൈയിലാണ് ഞാൻ കളിച്ചത്, എന്നിട്ട് പോലും മനസ്സിലാവും. അപ്പോൾ ഹീറ്റിംഗ് ഇച്ചിരി കൂടുതലാണ് ഗെയിം കളിക്കുമ്പോൾ, ആ ഒരു സീനുണ്ട്. അല്ലാണ്ട് പെർഫോമൻസ് FPS കാര്യങ്ങളൊക്കെ നല്ലപോലെ വരുന്നുണ്ട്. പിന്നെ നോർമൽ യൂസിന് അങ്ങനെ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ക്യാമറ ആപ്പും എല്ലാം നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വേറെ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. റാം മാനേജ്മെന്റിനെ പറ്റിയൊന്നും പറയണ്ടേ, എൻ്റെ ഇരിക്കുന്ന 16 വേരിയന്റ്. അപ്പോഴേ റാം മാനേജ്മെന്റ് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല, മനസ്സിലായി. ഈ ഒരു ഹീറ്റിങ്ങിന്റെ കാര്യം മാത്രമേ പെർഫോമൻസിൽ ഒരു ഇതായിട്ട് ഉള്ളൂ. പിന്നെ പ്രൈസിന് ബെസ്റ്റ് പ്രൊസസ്സർ അല്ല എന്നൊരു കാര്യമുണ്ട്. നത്തിങ്ങിന്റെ ഏറ്റവും ഫേമസ് കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ സോഫ്റ്റ്വെയർ തന്നെയാണ്. നത്തിങ് OS 3.5 ആണ് ഇതിൽ വരുന്നത്, ബേസ്ഡ് ഓൺ Android 15. 5 വർഷത്തെ OS അപ്ഡേറ്റ്, 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഫോണിന് കിട്ടും. സോഫ്റ്റ്വെയർ നത്തിങ്ങിന്റെ അറിയാലോ, ഒരു ക്ലീൻ മിനിമൽ എക്സ്പീരിയൻസ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് ഇഷ്ടപ്പെടും. എക്സ്ട്രാ ആപ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവരുടെ ആ ഒരു ഹോം സ്ക്രീൻ വിജറ്റ് ആണ് എൻ്റെ എപ്പോഴും ഉള്ള ഫേവറേറ്റ് ഫീച്ചർ. ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് വിജറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. വിജറ്റ്സ് ആണ് ഇവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് ഞാൻ പറയും. പിന്നെ അനിമേഷൻസ് കാര്യങ്ങൾ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അങ്ങനെ ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല, ബെസ്റ്റ് കളർ വോയ്സ് ആണ് ഇപ്പൊ അനിമേഷൻസിന്റെ കാര്യത്തിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഹാപ്റ്റിക് ഇംപ്ലിമെന്റേഷൻ സോഫ്റ്റ്വെയറിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. എന്ന് വെച്ചാൽ വോളിയം കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും, ബ്രൈറ്റ്നസ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും, ആപ്പ് ഡ്രോവർ എടുക്കുക, അങ്ങനെ കുറച്ചുകൂടെ ഹാപ്റ്റിക്സ് ഇംപ്ലിമെന്റേഷന്റെ രീതിക്ക് ബെറ്റർ ആക്കാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവരുടെ ഈ മോണോക്രോം തീം അതും ഒരു സെറ്റ് സംഭവം തന്നെയാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ വൈസ് നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ചെയ്യിക്കത്തില്ല. നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഭയങ്കര മേജർ ബഗോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഈ ഫോണിൽ കിട്ടില്ല, വിച്ച് ഈസ് എ വെരി നൈസ് തിങ്. കാരണം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, എന്നിട്ട് പോലും നമുക്ക് ആ ഒരു ഇനിഷ്യൽ ബിൽഡിൽ പോലും നമുക്ക് വലിയ ബഗ്സും കാര്യങ്ങളൊന്നും കിട്ടാത്തത് എക്സ്പീരിയൻസിനെ ഡെഫിനറ്റ്ലി നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കസ്റ്റം UI നിന്നാണ് വരുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ 1 കളർ വൈസ് അവിടെ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു ക്ലീൻ മിനിമൽ എക്സ്പീരിയൻസ് എന്ന രീതിക്ക് അടിപൊളി തന്നെയാണ്. പിന്നെ AI ഫീച്ചേഴ്സ് നമുക്ക് ഇന്റലിജൻസ് ടൂൾ കിറ്റ് എന്നൊരു സെക്ഷൻ തന്നെ സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരുടെ എസെൻഷ്യൽ സ്പേസ്, നമുക്ക് സ്ക്രീൻഷോട്ട് മാനേജ് ചെയ്യുന്ന ആ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ന്യൂസ്, എസെൻഷ്യൽ ന്യൂസ് എന്ന് പറഞ്ഞൊരു വിജറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതിൽ നമുക്ക് ടാപ്പ് ചെയ്ത ഡെയിലി ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ സർക്കിൾ ടു സെർച്ചിന്റെ AI ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ChatGPTക്ക് തന്നെ എക്സ്ട്രാ 1-2 വിജറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴും AI ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇവരുടെ ഗാലറി ആപ്പ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാം. ഗാലറിയിൽ പല ഫീച്ചേഴ്സും എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം പോർട്രേറ്റ് എഫക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും, വാട്ടർമാർക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം ആഡ് ചെയ്യുന്നതും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇനി ഇമ്പ്രൂവ് ആക്കാം. ഇനി ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ട്? നമുക്ക് ബാക്കിൽ 3 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. മെയിൻ ക്യാമറ അൾട്രാ വൈഡ്, പിന്നെ 3x പെരിസ്കോപ്പ് ലെൻസ്. മെയിൻ ക്യാമറയും 3x ലെൻസിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൻസർ സൈസും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷെ അങ്ങനെ ഭയങ്കര വാവ് ഫാക്ടറോ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് സാമ്പിൾസ് നോക്കാം. മെയിൻ ക്യാമറ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. HDR പ്രോസസ്സിങ്ങും എനിക്ക് നല്ലതായിട്ട് തോന്നി. പക്ഷേ ഷാഡോ പ്രോസസ്സിങ് പലപ്പോഴും കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നി. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഹ്യൂമൻ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ നൈറ്റ് ഫോട്ടോസ് എനിക്ക് നല്ലതായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ലൈറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നൈറ്റ് ഫോട്ടോസ് നമ്മൾ ഫ്ലാഗ്ഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നൈറ്റ് ഫോട്ടോസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ 3x പോർട്രേറ്റ്, 3x ലെൻസ് വെച്ച് നമുക്ക് ഡേ ലൈറ്റിലൊക്കെ നല്ല പോർട്രേറ്റ് കിട്ടും കേട്ടോ. പിന്നെ ഇതിന്റെ എഡ്ജ് ഡിറ്റക്ഷൻ നല്ലതാണ്. സ്കിൻ ടോൺസ് ഒക്കെ നല്ല നാച്ചുറൽ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇത്തിരി ലൈറ്റ് കുറയുമ്പോൾ ഒബ്വിയസ്ലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം സെൻസർ സൈസ് അത്ര വലുതല്ല, ഭയങ്കര കിടു സൂം ലെൻസ് എന്ന് പറയില്ല. പിന്നെ സൂം ഫോട്ടോസ് തന്നെ ഒരു 10x 15x വരെ അത്യാവശ്യം കൊള്ളാം. അത് കഴിഞ്ഞ് സ്ട്രഗ്ലിംഗ് ആണ് കേട്ടോ. ബെസ്റ്റ് സൂം പെർഫോമൻസ് ഒന്നും ഞാൻ പറയത്തില്ല. കാരണം എൻ്റെ 5x 8 കമ്പയർ ചെയ്യുമ്പോൾ അത് 10xലും 15xലും ഇതിനേക്കാളും ബെറ്റർ ഫോട്ടോസാണ് നമുക്ക് എടുത്തു തരുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല സൂം ലെൻസ് ആണ്. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയില്ല, പക്ഷെ ഓക്കെ ആണ്. സെൽഫി ക്യാമറ ഫോട്ടോസ് എനിക്ക് ഇഷ്ടമായി. ഡേ ലൈറ്റിലെയും ഇൻഡോർ ലൈറ്റിങ്ങിലെയും HDRും എല്ലാം അത്യാവശ്യം നൈസായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോൺ വന്ന സമയത്ത് ഷട്ടർ സ്പീഡ് ഇത്തിരി ശോകമായിരുന്നു കേട്ടോ. അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം. പിന്നെ ഇതിലും നമുക്ക് ബാക്കി നത്തിങ് ഫോൺസിൽ പോലെ തന്നെ ലെറ്റ്സിന്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ രീതിക്കുള്ള വൈബ് ഫോട്ടോസിന് കൊടുക്കാം. ബാക്കിയുള്ളവർ ക്രിയേറ്റ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് ആഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഞാൻ അങ്ങനെ ഒരുപാട് അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷേ ഇറ്റ്സ് എ നൈസ് ഫീച്ചർ ടു ഹാവ്. അപ്പോൾ ഈ 80 റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാളും മച്ച് ബെറ്റർ ഫോട്ടോ ഫോൺസ് കിട്ടും. കുറച്ചുകൂടെ പ്രൈസ് ആഡ് ചെയ്ത X200 Pro കിട്ടും. അത് ഫോട്ടോഗ്രാഫിയിൽ ഒരു കിങ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഫോട്ടോസ് ഗുഡ് ഇനഫ് ആണ്. ഇനി ഇതിന്റെ വീഡിയോസ് നമുക്ക് എല്ലാ ലെൻസിലും 4K 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
മെയിൻ ക്യാമറ വീഡിയോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല ലൈറ്റിംഗ് എങ്കിൽ നല്ലപോലെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കളേഴ്സും കാര്യങ്ങളൊക്കെ നൈസായിട്ട് വരുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ കൊള്ളാം. ഇപ്പോൾ ഹ്യൂമൻ സ്കിൻ ടോണും നല്ല ലൈറ്റിങ്ങിലെങ്കിൽ കൊള്ളാം, വേറെ അങ്ങനെ വലിയ ഇഷ്യൂ ഇല്ല. പക്ഷെ ലൈറ്റ് ഇത്തിരി HDR സിറ്റുവേഷൻ അങ്ങനെയൊക്കെ വരുമ്പം ഇത് കളേഴ്സ് ഇത്തിരി മെസ്സപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇത് ഗ്രീൻ ഷർട്ടായിരുന്നു, പക്ഷെ ഇത് ഒരു ബ്ലൂ ആക്കി കളഞ്ഞു, മനസ്സിലായി. അപ്പോഴിത്തിരി ടഫ് സിറ്റുവേഷൻ വരുമ്പം വീഡിയോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ നൈറ്റ് വീഡിയോസും അത്ര പോരാ. എന്ന് വെച്ചാൽ നമുക്ക് സ്കൈയിലൊക്കെ ഗ്രെയിൻസ് നല്ലപോലെ കയറി വരുന്നുണ്ട്. 3x എടുത്ത വീഡിയോയുടെ സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ ഓക്കേഷാണ്, അങ്ങനെ വലിയ സീനൊന്നും ഇല്ല. പിന്നെ സെൽഫി ക്യാമറയുടെ വീഡിയോ അങ്ങനെ തന്നെ, മെയിൻ ക്യാമറ പോലെ തന്നെ നല്ല ലൈറ്റിംഗ് എങ്കിൽ നല്ല വീഡിയോ ആണ്. പിന്നെ ഒരു സീനെന്ന് വെച്ചാൽ ഇത്തിരി ക്രോപ്ഡ് അപ്പ് ആണ് സെൽഫി ക്യാമറയുടെ വീഡിയോ. പിന്നെ HDR സിറ്റുവേഷനൊക്കെ വരുമ്പം മുഖമൊക്കെ ഇത്തിരി വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീഡിയോസ് എടുത്ത് തരുന്നുണ്ട്. പക്ഷേ നമുക്ക് സാംസങ് ഫ്ലാഗ്ഷിപ്പും ഐഫോണും ഒക്കെ ഇതിനേക്കാളും മച്ച് ബെറ്റർ ആണ് വീഡിയോയുടെ കാര്യത്തിൽ. പിന്നെ ഇതിൽ ഡ്യുവൽ വീഡിയോ, പോർട്രേറ്റ് വീഡിയോ അല്ലെങ്കിൽ സിനിമാറ്റിക് വീഡിയോ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല, മനസ്സിലായി. അപ്പോൾ വീഡിയോയ്ക്ക് ഇതത്ര നല്ല ചോയ്സ് ഒന്നും ഞാൻ പറയത്തില്ല. നല്ല ലൈറ്റിംഗ് എങ്കിൽ നല്ല വീഡിയോസ് കിട്ടും. ഇത്തിരി ചാലഞ്ചിങ് ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യും. പിന്നെ ഈ ഫോണിൻ്റെ 3x പെരിസ്കോപ്പിൻ്റെ ക്ലോസ് ഫോക്കസിങ് ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് 3xലും 6xലും നമുക്ക് അത്യാവശ്യം നല്ല മാക്രോസും എടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ ബാറ്ററി നമുക്ക് 5500 mAh ബാറ്ററിയാണ് വരുന്നത്. ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷെ അതിൽ കൂടുതൽ നിൽക്കത്തില്ല. ഇപ്പോൾ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഞാൻ ഒരു മോഡറേറ്റ് യൂസ് ചെയ്ത് മൊബൈൽ ഡാറ്റയിൽ കുറച്ച് മീഡിയ കൺസപ്ഷനും ക്യാമറ യൂസും അങ്ങനെയൊക്കെ ആയിട്ട് അതിൽ ഒരു 6 hour പ്ലസ് സ്ക്രീൻ ഓൺ ടൈമാണ് എനിക്ക് കിട്ടിയത്. ഒരു 14-15% ബാക്കിയും ഉണ്ടായിരുന്നു. ബാറ്ററി ബാക്കപ്പ് കിട്ടും, പക്ഷെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യല്. പിന്നെ ചാർജിങ് സ്പീഡ് ഇത്തവണ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 65 വാട്ടാണ് ചാർജിങ് വരുന്നത്. 65 വാട്ട് വെച്ച് നമുക്ക് അറൗണ്ട് 1 hour 6 minutes ആണ് ഇത് ഫുൾ ചാർജ് ആവാൻ എടുക്കുന്നത്. അതൊരു ഗുഡ് എനഫ് ടൈം എന്ന് ഞാൻ പറയും. പിന്നെ വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും എല്ലാം വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഭയങ്കര എമണ്ടൻ ബാറ്ററി ഫോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര കിട്ടില്ല, പക്ഷെ ലാസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ കോൾ ക്വാളിറ്റി, നെറ്റ്വർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഇഷ്യൂ ഇല്ല. അത് ഇപ്പോഴത്തെ ഫോൺസിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. എല്ലാം ഓക്കെ ആയിരുന്നു. NFC കാര്യങ്ങളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിനെ പറ്റി ഫൈനൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഒരു ഗുഡ് ഇനഫ് എക്സ്പീരിയൻസ് ആണ് ഈ ഫോൺ എനിക്ക് തന്നത് കേട്ടോ. അങ്ങനെ തീരെ മോശം അങ്ങനെയൊന്നും പറയല്ല. പക്ഷെ ഇതിന്റെ ഈ ഫോണിന്റെ പ്രധാന സീൻ ഇതിന്റെ പ്രൈസിങ് ആണ്. നമുക്ക് ഇതിന്റെ പ്രൈസിങ് വരുന്നത് 80,000 ആണ് 12256 വേരിയന്റിന്, മനസ്സിലായി. ആ പ്രൈസിന് ഇത് റെക്കമെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ നമുക്ക് പ്രൊസസ്സറും ബെസ്റ്റ് ലെവലല്ല കിട്ടുന്നത്. ക്യാമറ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോസ് ഒന്നും ആ ഒരു ലെവലില്ല, ഫോട്ടോസ് ഒരു ഗുഡ് ലെവലേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നോക്കുമ്പം നമുക്ക് ഈ പ്രൈസിൽ ഇതിൽ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഭയങ്കര ഒരു വാവ് ഫാക്ടർ ഇല്ല, മനസ്സിലാവും. പക്ഷെ ഇപ്പൊ എക്സ്ചേഞ്ച് ബോണസും കാർഡ് ഓഫറും ഒക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട്. 10,000 എക്സ്ചേഞ്ച് ബോണസും 10,000 കാർഡ് ഓഫറാണ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഫോൺ ഒരു അറൗണ്ട് 50,000 കിട്ടുവാണെങ്കിൽ ഞാൻ പറയും ഒരു ഡീസന്റ് പ്രൈസിങ് ആണ്, മനസ്സിലായി. ആ ഒരു പ്രൈസിന് ഓക്കെ എന്ന് പറയാം. അല്ലാണ്ട് ഇതിന്റെ ഒറിജിനൽ പ്രൈസിന് ഇത് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേറെ ഓപ്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. ഈ 80,000 റേഞ്ചിൽ തന്നെ S24 Ultra, Vivo S200 Pro അത് വരുന്നുണ്ട്. പിന്നെ ഇതിനെക്കാളും പ്രൈസ് കുറവാണ് OnePlus 13, Oppo Find X8, Xiaomi 15 അങ്ങനെ കുറെ ഓപ്ഷൻസ്. ഇനി അടുത്ത സെയിൽ വരും S25, iPhone 16 ഒക്കെ നമുക്ക് അറൗണ്ട് 50,000 വരും, മനസ്സിലായി. നിങ്ങൾക്ക് സെയിലിനും വെയിറ്റ് ചെയ്യാം. ഇതിന്റെ കുറച്ചുകൂടെ പ്രൈസ് ഡ്രോപ്പ് ആവുമോ അതൊക്കെ നോക്കാം. അല്ലാണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയും ഒരു അറൗണ്ട് 50,000 എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ചേർത്ത് ഒരു ഡീസന്റ് പ്രൈസിങ് എന്ന് പറയും. ഓക്കെ, ഈ ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റ്സിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.